ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ രുചികരമായിട്ടുള്ള ഒരു സ്പെഷ്യൽ ടേസ്റ്റിലുള്ള ഒരു ബീട്രൂട്ട് ഫ്രൈ ആണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിലെ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ കടായി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു അല്പം എണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം. എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുകും കൂടിയാണ്. കടുകൊന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ വേണ്ടതാണ് അതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി. ഇപ്പോൾ നമ്മുടെ കടുകും ജീരകവും എല്ലാം നല്ലതുപോലെ ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർക്കാം. അതുപോലെ തന്നെ അത്യാവശ്യം വലിയ വെളുത്തുള്ളി അല്ലിൽ 2 വെളുത്തുള്ളി അല്ലി ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും ചേർക്കുകയാണ്. ഇത് രണ്ടും ചേർത്ത് കൊടുത്തിട്ട് ലൈറ്റായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിനോടൊപ്പം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാള ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് അരിയാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. അപ്പോൾ അതും കൂടി ഇതിലേക്കൊന്ന് ചേർക്കാം. സവാളയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കണം. നന്നായിട്ട് നമ്മുടെ സവാള എല്ലാം ഒന്ന് വഴണ്ട് തുടങ്ങണം. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ, അതിൻ്റെ പേരിൽ പെട്ടെന്ന് തന്നെ ഒന്ന് വഴണ്ട് കിട്ടിക്കോളും. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ തന്നെ നമുക്ക് വെച്ചിരിക്കാവുന്നതാണ്. സാധാരണ നമ്മൾ ബീട്രൂട്ട് തോരൻ തയ്യാറാക്കുന്നതിൽ നിന്നും ഒരു സ്പെഷ്യൽ ടേസ്റ്റിലാണ് കേട്ടോ നമുക്കിത് കിട്ടുന്നത്. ഇപ്പോൾ നമ്മുടെ സവാള എല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് വഴണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയും കൂടിയാണ്. അപ്പോൾ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് ലൈറ്റായിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതുപോലെ കറിവേപ്പിലയൊക്കെ ലൈറ്റായിട്ടൊന്ന് മുരിഞ്ഞ് തുടങ്ങിയാൽ മതിയാവും. ഫസ്റ്റിലേ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സമയം കൊണ്ട് നന്നായിട്ട് മുരിഞ്ഞു പോകും കേട്ടോ. അതിൻ്റെ പേരിലാണ് ഈ ഒരു സമയം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് നമ്മുടെ ബീട്രൂട്ടും കൂടി. അപ്പോൾ ബീട്രൂട്ട് എല്ലാം ഇതുപോലെ ചെറിയ ചെറിയ കുട്ടി കുട്ടി പീസാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു അളവിൽ അത്യാവശ്യം വലിപ്പത്തിന് വേണം നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്, ബീട്രൂട്ട് ഫ്രൈ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വന്നിട്ട് ഒരു 250 ഗ്രാം അളവിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. മീഡിയം സൈസ്, അതായത് ഇച്ചിരി ഈ ഒരു സൈസിന് ഈ ഒരു വലിപ്പത്തിനുള്ള ബീട്രൂട്ടിൽ ഒരു 3 ബീട്രൂട്ടാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ബീട്രൂട്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഫ്ലെയിം ഈ സമയത്ത് ഞാനിപ്പോൾ കൂട്ടി വെച്ചിരിക്കുകയാണ്. നല്ലതുപോലെ ബീട്രൂട്ട് എല്ലാം ഒന്ന് ചൂടായി കിട്ടണം. ഏകദേശം ഒരു 30 സെക്കൻഡ് മാത്രം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ബീട്രൂട്ടിന് എത്രത്തോളം ഉപ്പ് വേണോ അത്രയും മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. അതുപോലെ തന്നെ ഇതെല്ലാം കൂടി ഒന്ന് വെന്ത് വരാനും ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടി, ഒരു 1/2 കപ്പ് അളവിൽ മാത്രം വെള്ളം മതിയാവും, കൂടുതൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റി കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അതായത് ഈ വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് വറ്റി വന്നാൽ മതിയാവും. അത്രയും സമയം കൊണ്ട് തന്നെ ബീട്രൂട്ട് എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിക്കോളും. ഇതിൽ നിന്നും ഒരുപാട് വലിപ്പത്തിന് കട്ട് ചെയ്തിടാൻ വേണ്ടി നിൽക്കരുത്. ഈ ഒരു വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്തിട്ടേക്കണം. ഇതിൽ നിന്ന് വലിപ്പം കൂടുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം എടുക്കും വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ വെള്ളം വറ്റുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ ഇതിങ്ങനെ ഒന്നിരിക്കട്ടെ. ഇതിപ്പോൾ ഏകദേശം ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നമ്മളിതാ ബീട്രൂട്ടിലേക്ക് ഒഴിച്ചു കൊടുത്ത എല്ലാ വെള്ളവും നന്നായിട്ടൊന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീട്രൂട്ടും നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇതുപോലെ ഇത്രയും തന്നെ മതിയാവും. ഈ ഒരു സമയം നമുക്ക് ഇനി ഇതിലേക്ക് നമ്മുടെ മസാലകളും കൂടി ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഞാനിപ്പോൾ കുറച്ച് വെച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി, ഒരു 1/4 ടീസ്പൂൺ അളവിൽ പെരുംജീരകം പൊടിച്ചതും കൂടി ആവശ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 പിഞ്ച് അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കണം. നമ്മുടെ മസാലയുടെ ആ ഒരു പച്ച മണമൊക്കെ നന്നായിട്ടൊന്ന് മാറി കിട്ടുന്നത് പോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ തന്നെ ആ മസാലയുടെ മണമൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്.
അപ്പോൾ ഇതുപോലെ ഒരു 30 സെക്കൻഡോളം ഒന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് കുറച്ച് ചിരകിയ തേങ്ങായും കൂടി ഒരു 1/4 കപ്പിൽ നിന്ന് ഒരല്പം കൂടി മാത്രമേ കൂടുതലുണ്ടാവുള്ളൂ. അരക്കപ്പ് അങ്ങനെ ഫുള്ളില്ല. അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ സാധാരണ തേങ്ങ ഒന്ന് ചിരകി എടുത്തിട്ട് മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തതാണ്. വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ തരിതരിയായിട്ടുണ്ടാവും. ഇങ്ങനെ വേണം നമ്മളൊന്ന് അരച്ച് ചേർക്കാനായിട്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതിന് ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ നല്ലതുപോലെ ഇതൊന്ന് വഴറ്റി കൊടുക്കണം. നന്നായിട്ടൊരു 1-2 മിനിറ്റോളം നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം. അതായത് നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് പച്ച തേങ്ങയാണ്. അപ്പോൾ ആ തേങ്ങയുടെ ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കണം. ആ സമയം കൊണ്ട് ഇതിലുള്ള കംപ്ലീറ്റ് വെള്ളവും, അതായത് ആ വെറ്റായിട്ടുള്ള കംപ്ലീറ്റും പോയിട്ട് ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടും. അതായത് നമ്മൾ സാധാരണ ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കില്ലേ, അതുപോലെ വേണം ഇത് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതിലെ കംപ്ലീറ്റും വെള്ളവും വറ്റിച്ചെടുക്കുക, ഒരു തുള്ളി വെള്ളം ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ആ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇതുപോലെ വേണം നമ്മളൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീട്രൂട്ട് ഫ്രൈ ആണ് കേട്ടോ. സാധാരണ നമ്മൾ ബീട്രൂട്ട് തോരൻ വെക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റിലാണ് നമുക്കിതിങ്ങനെ കിട്ടുന്നത്. സദ്യയുടെ കൂടെ സൈഡിൽ വെക്കാനാണെന്നുണ്ടെങ്കിലും ചോറിൻ്റെ കൂടെയൊക്കെ നമുക്കിങ്ങനെ കഴിക്കാനാണെന്നുണ്ടെങ്കിലും ഒരു സ്പെഷ്യലായിട്ട് തന്നെ ഉണ്ടാകും. അപ്പോൾ ഇത്തവണ സദ്യയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഇതുപോലൊരു സ്പെഷ്യൽ ബീട്രൂട്ട് ഫ്രൈ കൂടി ഒന്ന് ചെയ്ത് നോക്കൂ. അതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കുകയും വേണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണമെന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുത്തേക്കണം. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.